ഹലോ ഫ്രണ്ട്സ്, എങ്ങനെയാണ് കെ എസ് ആർ ടി സിയിൽ ജോലി കിട്ടുക, എങ്ങനെയാണ് കെ എസ് ആർ ടി സി ഡ്രൈവർ ആകുക, അതുപോലെ തന്നെ എങ്ങനെയാണ് കെ എസ് ആർ ടി സി കണ്ടക്ടർ ആകുക, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്കുണ്ടല്ലേ. അതൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഇതേപോലെ തന്നെയുള്ള ഒരുപാട് സംശയങ്ങൾ എനിക്കും കെ എസ് ആർ ടി സി കയറുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു. കെ എസ് ആർ ടി സി കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് ഏകദേശം ക്ലിയർ ആയി, ഇന്ന പോലെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് ഏകദേശം എനിക്ക് മനസ്സിലായി. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കും കൂടി പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടോക്ക്, എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഞാൻ കെ എസ് ആർ ടി സി കയറി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എംപ്ലോയ്മെൻറ്റ് വഴിയാണ്. ഇപ്പോഴും എംപ്ലോയ്മെൻറ്റ് വഴി നിയമനങ്ങൾ നടക്കുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. അതേപോലെ തന്നെ PSC നിയമനം നടന്നിട്ടുണ്ടായി. അത് ഏകദേശം 2016 ലാസ്റ്റ് നിയമനം നടന്നത്. അതിനുശേഷം PSC നിയമനം നടന്നിട്ടില്ല. അതിന് മുമ്പും ശേഷവും എംപ്ലോയ്മെൻറ്റ് വഴിയാണ് ആൾക്കാരെ വിളിച്ചുകൊണ്ടിരുന്നത്, അത് കണ്ടക്ടർ ആയാലും ഡ്രൈവർ ആയാലും. അപ്പോൾ ഈ 2016 മുമ്പൊക്കെ എംപ്ലോയ്മെൻറ്റ് വഴി വിളിച്ച പലരും ഇപ്പോൾ പെർമനൻ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം വിളിച്ചവരൊന്നും അങ്ങനെ പെർമനൻ്റ് ആയിട്ടില്ല, ഇപ്പോഴും ടെമ്പററി ആയിട്ട് തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ ഇതേപോലെ തന്നെ പെർമനൻ്റ് ആകുന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനും അതേപോലെ തന്നെയാണ് ജോലി ചെയ്യണത്. ഭാവിയിൽ ചിലപ്പോൾ പെർമനൻ്റ് ആയാലോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. അപ്പം നിങ്ങൾക്കും ഇതേപോലെ തന്നെ KSRTC ജോയിൻ ചെയ്യാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് PSC വഴി നോക്കിയിരുന്നിട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. കാരണം PSC ഒന്നും ഇനിയിപ്പോൾ അടുത്തെങ്കിലും വിളിക്കാൻ സാധ്യതയില്ല. മിക്കവാറും എംപ്ലോയ്മെൻറ്റ് വഴിയാണ് നിയമനങ്ങളൊക്കെ നടക്കുക. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള കണ്ടക്ടർ ലൈസൻസും അതേപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസും എംപ്ലോയ്മെൻറ്റിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യുക. അവിടുന്ന് അവിടെ രജിസ്റ്റർ ചെയ്ത കാലഘട്ടം നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള മുൻഗണന നോക്കിയിട്ടാണ് നമ്മളെ ജോലിക്ക് വിളിക്കുക. ഇപ്പം നിലവിൽ ഏകദേശം 2000 പേരെ നിയമിക്കാനുള്ള ഒരു ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഓൾറെഡി അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ലെറ്റർ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവർ അതിനനുസരിച്ച് മുൻഗണനയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് എന്തായാലും ലെറ്റർ ആയിക്കോളൂ. ലെറ്റർ വരാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഇതുപോലെയുള്ള ഒരു ലെറ്ററാണ് ഇതിൻ്റെ അകത്ത് വരിക. പിന്നെ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യുക. അതായത് നിങ്ങളുടെ കണ്ടക്ടർ ലൈസൻസ്, ഡ്രൈവിംഗ് ലൈസൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല, എന്ത് സംഭവങ്ങളുണ്ടെങ്കിലും നിങ്ങൾ എംപ്ലോയ്മെൻറ്റിൽ കൊണ്ടുപോയി, അതായത് SLC +2 അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങൾ എംപ്ലോയ്മെൻറ്റിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി എന്തെങ്കിലും ഡെയിലി വേജസ് ആയിട്ട് വേക്കൻസി വരാണെങ്കിൽ നിങ്ങൾക്ക് ലെറ്റർ വരും. അത് ഞാൻ പറഞ്ഞില്ലേ, ഈ മുൻഗണന അനുസരിച്ചാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തത് എന്നാണോ ആ ഒരു കാലഘട്ടം നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള മുൻഗണന നോക്കിയിട്ടാണ് അവർ വിളിക്കുകയുള്ളൂ. പിന്നെ ഉള്ള ഒരു സംശയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് വർക്കിംഗ് ടൈം, അതേപോലെ തന്നെ എങ്ങനെയാണ് സാലറി എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ വർക്കിംഗ് ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിംഗിൾ ഡ്യൂട്ടി, ഡബിൾ ഡ്യൂട്ടി, 1.5 ഡ്യൂട്ടി, ഇങ്ങനെയാണ് ഡ്യൂട്ടികൾ പോകുന്നത്. പിന്നെ 3 ഡ്യൂട്ടി ഉണ്ട്, പക്ഷേങ്കിൽ നമ്മൾ കൂടുതലും ഡബിൾ ഡ്യൂട്ടിയും സിംഗിൾ ഡ്യൂട്ടി 1.5 ഡ്യൂട്ടിയൊക്കെയാണ്. അതായത് സിംഗിൾ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 മണിക്കൂറാണ് വർക്കിംഗ് ടൈം. ഡബിൾ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അത് 16 മണിക്കൂറാവും. 1.5 ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ 12 മണിക്കൂറാണ്. അപ്പോൾ ഈ ഡ്യൂട്ടി അനുസരിച്ചാണ് നമുക്ക് സാലറിയും കിട്ടുന്നത്. ഒരു സിംഗിൾ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന സാലറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 715 രൂപയാണ്. ഡബിൾ ഡ്യൂട്ടി ആകുമ്പോൾ അതിൻ്റെ ഡബിൾ ആവും, അതായത് ഏകദേശം 1430 രൂപ കിട്ടും. 1.5 ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ഏകദേശം 925 രൂപ, 930 രൂപ അടുത്ത് കിട്ടും. അത് ആ മണിക്കൂറിൻ്റെ ഇതിനനുസരിച്ചാണ് കിട്ടുന്നത്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ കളക്ഷൻ ബാറ്റയുടെ ചെറിയൊരു പെർസെൻറ്റേജും കൂടി നമുക്ക് കിട്ടും. അതായത് ഒരു 10,000 രൂപ കളക്ഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് 100 രൂപ അതിൻ്റെ അകത്ത് കിട്ടും. 20,000 രൂപയാണെങ്കിൽ നമുക്ക് 200 രൂപ കിട്ടും. അങ്ങനെ അത് ആ കളക്ഷൻ്റെ ഇതനുസരിച്ച് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഏകദേശം നമ്മളൊരു ഡബിൾ ഡ്യൂട്ടി ചെയ്യുകയാണെങ്കിൽ ഒരു 1500 രൂപ, 1600 രൂപ നമുക്ക് ഡെയിലി കിട്ടാൻ സാധ്യതയുണ്ട്. എന്തായാലും വലിയ തെറ്റില്ല, വലിയ കുഴപ്പമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു ജോലിയാണ്, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ജോലിയാണ്. ഇപ്പോൾ ഞാനാണെങ്കിൽ തന്നെ ചെറുപ്പം തൊട്ട് KSRTC എന്നൊക്കെ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വലിയൊരു വികാരമാണ്. നിങ്ങളെ സംബന്ധിച്ചും ഏറെക്കുറെ ആൾക്കാരെ സംബന്ധിച്ച് അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നണത്. നമ്മളൊക്കെ ഒരുപാട് ആഗ്രഹിച്ച ഒരു ജോലിയാണ് ഒരു ഡ്രൈവർ. KSRTC ഡ്രൈവറൊക്കെ പോകുമ്പോൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു അത്ഭുതം, അല്ലെങ്കിൽ ഭയങ്കര ഒരു ഭയങ്കര ഒരു ഇഷ്ടമാണ്. അപ്പോൾ നമ്മളും അതേപോലെ തന്നെ ഒരു ജോലിയിലേക്ക് കയറിയപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. പിന്നെ പലരും ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ KSRTC സ്വിഫ്റ്റിലേക്ക് എങ്ങനെയാണ് കയറണമെന്ന് ചോദിക്കുന്നത്. KSRTC സ്വിഫ്റ്റിലേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്വിഫ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. അതായത് KSRTCയുടെ അണ്ടറിലല്ല, അത് വേറെ തന്നെ ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. പക്ഷേ അതിൽ ഡ്യൂട്ടി കാര്യങ്ങൾ ഷെഡ്യൂളൊക്കെ ചെയ്യുന്നത് KSRTC ആണ്. ശമ്പളവും കാര്യങ്ങളൊക്കെ ആ കമ്പനി തന്നെയാണ് കൊടുക്കുന്നത്. സ്വിഫ്റ്റിൻ്റെ ശമ്പളവും ഈ ശമ്പളം ഏകദേശം സെയിം തന്നെയാണ്. ഒരു ഡ്യൂട്ടിക്ക് 715 രൂപ, ഡബിൾ ഡ്യൂട്ടിക്ക് 1430 രൂപ. പിന്നെ 3 ഡ്യൂട്ടി ആകുമ്പോൾ അതനുസരിച്ച് കൂടി വരും. കൂടുതലും 3 ഡ്യൂട്ടിയാണ് സ്വിഫ്റ്റിലൊക്കെ ഉണ്ടാകുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോങ് ഡ്യൂട്ടി ആണല്ലോ, ഒരുപാട് ദൂരത്തേക്ക്. സ്വിഫ്റ്റൊക്കെ ലോക്കല് സർവീസ് ഇല്ലയെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. കൂടുതൽ KSRTC ആണ് ലോക്കൽ സർവീസൊക്കെ. ലോങ് ഒക്കെ കൂടുതലും സ്വിഫ്റ്റ് തന്നെയാണ്. അപ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള ശമ്പളം ഉണ്ടാവും. പിന്നെ ഈ സ്വിഫ്റ്റിൽ കയറണ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കമ്പനി
പത്രങ്ങളിൽ പരസ്യം ചെയ്യും. അതായത് തൊഴിൽ വാർത്ത അല്ലെങ്കിൽ തൊഴിൽ വീതി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നിങ്ങൾ എപ്പോഴും ഒന്ന് ചെക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് അവർ പരസ്യം ചെയ്യും. എന്നാൽ അല്ലെങ്കിൽ കണ്ടക്ടർ ഡ്രൈവർ വേക്കൻസി ഉണ്ട് എന്നുള്ള രീതിക്ക് അതിൻ്റെ അകത്ത് പരസ്യം ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സ്വിഫ്റ്റിലേക്ക് വിളിക്കുമ്പോൾ അവർ ഡ്രൈവർ കം കണ്ടക്ടറെ വിളിക്കുള്ളൂ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഡ്രൈവറുടെ ലൈസൻസും വേണ്ടി വരും, കണ്ടക്ടർ ലൈസൻസും വേണ്ടി വരും. അപ്പോൾ KSRTCയിൽ നിങ്ങൾക്ക് ജോലി ചെയ്യണം എന്ന ആഗ്രഹമുള്ളവരൊക്കെ എന്തായാലും ഹെവി ലൈസൻസ് എല്ലാവർക്കും ഉണ്ടാവുമെന്ന് അറിയാം. എന്നാൽ പോലും കണ്ടക്ടർ ലൈസൻസ് ആരും അങ്ങനെ എടുക്കാൻ സാധ്യതയില്ല. പക്ഷേ നിങ്ങളൊരു കണ്ടക്ടർ ലൈസൻസ് എടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഉപകാരമായിരിക്കും. പിന്നെ KSRTCയിലായാലും സ്വിഫ്റ്റിലായാലും കയറുന്നതിനായിട്ട് നമ്മൾ ലൈസൻസ് എടുത്തിട്ട് 5 വർഷം കഴിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ 3 വർഷത്തെ എക്സ്പീരിയൻസ് നമ്മൾ അതിൻ്റെ കൂടെ വെക്കേണ്ടി വരും. അതായത് സാധാ ഒരു ഹെവി വെഹിക്കിൾ ഓടിച്ചെന്നല്ല, ഹെവി പാസഞ്ചർ വെഹിക്കിൾ ഓടിച്ചതായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ അതിൻ്റെ കൂടെ വെക്കേണ്ടത്. അതായത് ഒരു സ്കൂൾ ബസ്സാവാം, പ്രൈവറ്റ് ബസ്സാവാം, അങ്ങനെ ഏത് തരത്തിലുള്ള ഏതെങ്കിലും ഒരു ബസ് ഓടിച്ചെന്നുള്ള ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമ്മൾ അതിൻ്റെ കൂടെ വെക്കേണ്ടി വരും. പിന്നെ എംപ്ലോയ്മെൻറ്റ് വഴി വിളിക്കുമ്പോഴുള്ള പ്രൊസീജിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെറ്റർ വന്നു കഴിയുമ്പോൾ നമ്മൾ അതുമായിട്ട് എംപ്ലോയ്മെൻറ്റ് ഓഫീസിൽ ചെല്ലണം. എംപ്ലോയ്മെൻറ്റ് ഓഫീസിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് അതേപോലെ തന്നെ ഹൈറ്റും അവർ അളന്ന് കഴിഞ്ഞിട്ട് അവർ അത് അപ്രൂവ് ചെയ്ത് അവർ അടുത്ത ഡിപ്പോ, അതായത് ഇവിടുത്തെ എറണാകുളത്തെ കാര്യമാണ് പറയുന്നതെങ്കിൽ എറണാകുളം ഡിപ്പോയാണ് മെയിൻ ഡിപ്പോ, അവർക്ക് അയച്ചു കൊടുക്കും നമ്മുടെ ലിസ്റ്റ്. അതായത് ഇത്ര പേര് ഞങ്ങളുടെ കീഴിലുണ്ടെന്നും പറഞ്ഞിട്ട് ആ ഒരു ലിസ്റ്റ് അവർക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ അവരാണ് നമുക്ക് ലെറ്റർ അയക്കുക, ഇന്ന ദിവസം ഇന്ന പ്രൂഫുകളൊക്കെ ആയിട്ട് എറണാകുളം ഡിപ്പോയിൽ വരണം എന്നും പറഞ്ഞിട്ട്. അതിൻ്റെ അകത്ത് നമ്മൾ കണ്ണ് ടെസ്റ്റ് ചെയ്ത പേപ്പർ വേണം, അതുപോലെ തന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണം, ലൈസൻസിൻ്റെ കോപ്പി വേണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വേണം. അപ്പോൾ അത് അവർ ചെക്ക് ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ ഇന്ന ദിവസം ഡ്രൈവിംഗ് ടെസ്റ്റ് വെക്കുന്നുണ്ടെന്ന് പറയും. ആ ദിവസം നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റിനായിട്ട് ചെല്ലാം. ഡ്രൈവിംഗ് ടെസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടി ആണ്. ടി എടുത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവും. അതേപോലെ തന്നെ റോഡ് ടെസ്റ്റും ഉണ്ട്. അതിനുശേഷം കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ നമ്മളെ ഫോണിൽ കോൺടാക്ട് ചെയ്യും. നിങ്ങളെ ഇന്ന ഡിപ്പോയിലേക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇന്ന ദിവസം പോയിട്ട് അവിടെ പോയി ജോയിൻ ചെയ്യാൻ പറയും. അങ്ങനെയാണ് നമ്മളെ സാധാരണ ഒരു ഡിപ്പോയിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന പ്രൊസീജിയർ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ KSRTCയിൽ ഡ്രൈവറായിട്ട് കയറുമ്പോൾ 10,000 രൂപ സെക്യൂരിറ്റി ആയിട്ട് കെട്ടിവെക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സ്വിഫ്റ്റിലാവുമ്പോൾ അത് 30,000 രൂപയാണ് സെക്യൂരിറ്റി എമൗണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതല്ലാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിച്ചാൽ മതി, ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ KSRTC കയറാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് അതുപോലെ തന്നെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. എല്ലാവർക്കും ഒരു ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.